വെൽക്കം ടു ലാഷ് ക്ലാസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA ഫസ്റ്റ് സെമിസ്റ്റർ AAC ഫോർ ലിറ്ററേച്ചേഴ്സിലെ ഇൻട്രൊഡക്ഷൻ ടു പോയിട്രി എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. അമേരിക്കൻ പോയറ്റ് ബില്ലി കോളിൻസ് എഴുതിയിട്ടുള്ള ചെറിയൊരു പോയമാണ്. നമ്മളിവിടെ ആ പോയത്തിൻ്റെ ഒരു അനാലിസിസും അതിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ പോയം നോക്കാം. I asked them to take a poem and hold it up to the light like a color slide. ഞാൻ അവരോട് പറയുന്നത് ഒരു പോയം എടുത്ത് അത് വെളിച്ചത്തിന് നേരെ പിടിക്കാനാണ്. ലൈക്ക് എ കളർ സ്ലൈഡ്. കളർ സ്ലൈഡ് എന്ന് പറയുന്നത് ഫിലിമാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഡിജിറ്റൽ ക്യാമറയ്ക്ക് വരുന്നതിന് മുമ്പ് ഫിലിം ഉപയോഗിച്ചിട്ടുള്ള ക്യാമറകളാണ് പണ്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ വെളിച്ചത്തിന് നേർക്ക് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫിലിമിലുള്ള ചിത്രം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ ഒരു പോയം വെളിച്ചത്തിന് നേർക്ക് പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ അവരോട് പറയുന്നത് എന്ന് നമ്മുടെ പോയറ്റ് പറയുന്നു. അപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു പോയത്തെ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കണം എന്നുള്ള ഒരു കാര്യമാണ് പോയറ്റ് പറയുന്നത്. ഓർ പ്രസ് എൻ ഇയർ അഗെയിൻസ്റ്റ് ഇറ്റ്സ് ഹൈവ്. അതിൻ്റെ ഹൈവിന് നേരെ നമ്മുടെ കാത് കൂർപ്പിക്കാനും അദ്ദേഹം പറയുന്നുണ്ട്. ഹൈവ് എന്ന് പറയുന്നത് തേനീച്ചക്കൂടിനെയാണ് ഉദ്ദേശിക്കുന്നത്. തേനീച്ചക്കൂടിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്കറിയാം, ഒരുപാട് ലെയറുകളുള്ള ഒരു സ്ട്രക്ചറാണ്. അതുപോലെ ഒരു പോയത്തിനും ഒരുപാട് ലെയേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ നമുക്കറിയാവുന്നതാണ് ഈ തേനീച്ചക്കൂടിനകത്ത് ഒരു ഹമ്മിങ് ഉണ്ടായിരിക്കും. ഈ തേനീച്ചകളുടെ ഈ മൂളുന്ന ശബ്ദം അങ്ങനെ ഉണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ പോയത്തിനകത്തും ഇതുപോലെ സൗണ്ട് ഉണ്ടായിരിക്കും. നമുക്കറിയാം ഈ പോയത്തിനകത്തുള്ള ഈ റൈം, റിതം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അത്തരത്തിൽ ഈ പോയത്തിന് കാതോർക്കാനുമാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻസയിൽ നമ്മൾ കാണുന്നത് അദ്ദേഹം നമ്മളോട് പറയുന്നത് ഒരു പോയം വെളിച്ചത്തിന് നേർക്ക് പിടിക്കാനും അതുപോലെ അതിനെ കാതോർക്കുവാനുമാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു പോയത്തിനെ നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാലാണ് അത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുള്ളൂ എന്നും അതുപോലെ തന്നെ അതിന് കാതോർത്താലാണ് നമുക്കത് വ്യക്തമായിട്ട് കേൾക്കാനും സാധിക്കുള്ളൂ എന്നാണ് പോയറ്റ് പറയുന്നത്. I say drop a mouse into a poem and watch him probe his way out. ഞാൻ പറയുന്നത് ഒരു എലിയെ നിങ്ങൾ പോയത്തിനകത്തേക്ക് ഇടുക എന്നാണ്. എന്നിട്ട് അതിൻ്റെ വഴി കണ്ടെത്തിക്കൊണ്ട് അത് പുറത്തു പോകുന്നത് നോക്കുക. അപ്പൊ ഇവിടെ പോയിട്ട് പറയുന്നത് ഈ ഒരു എലി എങ്ങനെയാണോ അതിന് പരിചിതമല്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് അതിന്റെ വഴി കണ്ടെത്തിക്കൊണ്ട് അത് പുറത്തു പോകുന്നത്, അതുപോലെയാണ് നമ്മൾ പോയട്രിയെയും സമീപിക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് നമുക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ് ഈ പോയത്തിനകത്ത് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ ഒരു എലി അതിന്റെ വഴി കണ്ടെത്തുന്നത് പോലെ നമ്മൾ ആ പോയത്തിനകത്ത് നമുക്ക് പോകാനുള്ള വഴികൾ കണ്ടെത്തിക്കൊണ്ട് ആ പോയത്തിനെ എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ഇവിടെ പോയറ്റ് പറയുന്നത്. Or walk inside the poem's room and feel the walls for a light switch. അല്ലെങ്കിൽ പോയത്തിന്റെ മുറിക്കകത്ത് കടന്നുകൊണ്ട് അതിന്റെ ചുമരുകളിൽ അതിന്റെ ലൈറ്റ് സ്വിച്ചിന് വേണ്ടി തിരയുക എന്നാണ് പറയുന്നത്. തിരയുക എന്നുള്ളത് ഫീൽ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരു ഇരുട്ട് മുറിക്കകത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആ സ്വിച്ച് എവിടെയാന്നുള്ളത് ചുമരിൽ ഇങ്ങനെ തപ്പി നോക്കില്ലേ, അതുപോലെ ഈ പോയത്തിന്റെ മുറിക്കകത്ത് കടക്കുമ്പോൾ നമുക്ക് ഇരുട്ടാണ്, നമുക്ക് ആ പോയ അറിയില്ല, നമുക്കത് മനസ്സിലാവുന്നില്ല. പക്ഷെ നമ്മൾ അത് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലൈറ്റ് സ്വിച്ച് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമുക്ക് ആ പോയം നമ്മുടെ മുന്നിൽ വ്യക്തമായി കാണാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാൻസയിലും അദ്ദേഹം നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണ് പറയുന്നത്. നമ്മൾ ഈ പോയത്തിനകത്ത് നമ്മുടേതായിട്ടുള്ളൊരു വഴി അന്വേഷിച്ച് കണ്ടെത്തുകയും അതുപോലെ തന്നെ അവിടെ ആ വെളിച്ചം നൽകുന്ന ആ സ്വിച്ച് നമ്മൾ ആ പോയത്തിനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് കണ്ടെത്തുകയും വേണമെന്ന് പോയറ്റ് പറയുന്നു. I want them to water sky across the surface of a poem. ഒരു പോയത്തിന്റെ സർഫേസിൽ അവർ വാട്ടർ സ്കൈ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത് നമ്മൾ ഈ കടലിലെ തിരമാലകളുടെ മുകളിലൂടെയൊക്കെ ഇങ്ങനെ സർഫ് ചെയ്യുന്നത് പോലെ ഈ പോയത്തിന് മുകളിൽ നമ്മൾ ഇങ്ങനെ സർഫ് ചെയ്യണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതായത് പോയട്രി എക്സ്പ്ലോർ ചെയ്യുന്നത് ഒരു എൻജോയബിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആകണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. വേവിങ് അറ്റ് ദി ഓതേഴ്സ് നെയിം ഓൺ ദ ഷോർ. അതിൻ്റെ തീരത്ത് നിൽക്കുന്ന ഈ പോയറ്റിന്റെ നെയിമിന് നേരെ കൈ വീശിക്കൊണ്ട്, അതായത് ആ പോയം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് നമ്മളും ആ പോയറ്റും തമ്മിൽ ഒരു കണക്ഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ എൻജോയബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് അദ്ദേഹം ഈ പോയട്രിയെ കാണുന്നത്. But all they want to do is tie the poem to a chair with rope and torture a confession out of it. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒന്നുമല്ല അവർ ചെയ്യുന്നത്. അവർക്ക് ആകെ ചെയ്യേണ്ടത്
ഈ പോയത്തിനെ ഒരു കസേരയുടെ മുകളിൽ കെട്ടിവെച്ചുകൊണ്ട് അതിൽ നിന്നൊരു കൺഫെഷൻ നേടിയെടുക്കുകയാണ്. കൺഫെഷൻ എന്ന് പറയുന്നത് ഒരു കുറ്റസമ്മതം. ഈ പോലീസുകാരൊക്കെ പ്രതികളെ ഇങ്ങനെ ടോർച്ചർ ചെയ്തിട്ട് അവരിൽ നിന്ന് കുറ്റസമ്മതം നടത്തിക്കുന്നത് പോലെയാണ് നമ്മളൊരു പോയം വായിച്ചിട്ട് ആ പോയത്തിന്റെ അർത്ഥം കണ്ടുപിടിക്കുന്നതെന്നാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. നമ്മൾ എക്സാമിന് വേണ്ടിയിട്ടോ അതുപോലെ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയം വായിക്കുന്ന സമയത്ത് നമ്മളത് എൻജോയ് ചെയ്യുന്നതിന് പകരം നമ്മളതിൻ്റെ ആ ഒരു മീനിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അത് അനലൈസ് ചെയ്യുന്ന ആ രീതിയാണ് ഇവിടെ അദ്ദേഹം വിമർശിക്കുന്നത്. അതുപോലെയാണ് ആളുകൾ ഒരു കസേരയിൽ കെട്ടിയിട്ടുകൊണ്ട് കുറ്റസമ്മതം നടത്തിക്കുന്നത് പോലെയാണ് നമ്മൾ പോയത്തിന്റെ അർത്ഥം കണ്ടുപിടിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. They begin beating it with a hose to find out what it really means. ഹോസ് എന്ന് പറയുന്നത് ഒരു പൈപ്പാണ്. അപ്പോൾ അങ്ങനെ കസേരയിൽ കെട്ടിയിട്ടിട്ടുള്ള ആ പോയത്തിനെ ഈ പൈപ്പ് കൊണ്ട് അടിച്ചുകൊണ്ട് അവര് അതിൽ നിന്നുള്ള അർത്ഥം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒരു കുറ്റസമ്മതം നടത്തിക്കുന്നത് പോലെയാണ് ഈ പോയട്രിയെ ആളുകൾ അനലൈസ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ പോയറ്റ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ പോയത്തിനകത്ത് നമ്മൾ കാണുന്നത് ഈ പോയട്രിയെ രണ്ട് രീതിയിലുള്ള അപ്രോച്ചിനെ കുറിച്ചിട്ടാണ്. അദ്ദേഹം പറയുന്നത് നമ്മൾ ഒരു വെളിച്ചത്തിന് നേർക്ക് അത് പിടിച്ചുകൊണ്ടും അതിന് കാതോർത്തുകൊണ്ടും അത് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടും അത് കേട്ടുകൊണ്ടും അതുപോലെ തന്നെ നമ്മൾ ആ പോയത്തിനകത്ത് നമ്മുടെ വഴി കണ്ടെത്തിക്കൊണ്ടുമെല്ലാം ആ പോയട്രി നമ്മൾ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ട് അനലൈസ് ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ആളുകൾ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ഒരു കുറ്റസമ്മതം നടത്തി എടുക്കുന്നത് പോലെയാണ് ഈ പോയത്തിന്റെ മീനിങ് കണ്ടെത്തുന്നത് എന്നാണ് നമ്മുടെ പോയറ്റ് പറയുന്നത്. ഇനി ഇതിൽ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദ തീം ഓഫ് ദ പോയം? ഇൻട്രൊഡക്ഷൻ ടു പോയട്രി. ഈ പോയത്തിന്റെ തീം എന്താണെന്നാണ് ചോദിക്കുന്നത്. The theme of the poem is the contrast between approaching poetry with the curiosity and playfulness versus forcing a strict interpretation. ഇവിടെ പോയട്രിയോടുള്ള രണ്ട് രീതിയിലുള്ള അപ്രോച്ച് അല്ലെങ്കിൽ സമീപനമാണ് തീമായിട്ട് വരുന്നത്. ഒന്നിൽ നമുക്ക് ക്യൂരിയോസിറ്റിയാണ്, ഒരു ആകാംക്ഷയോട് കൂടിയിട്ട് കൗതുകത്തോട് കൂടിയിട്ട് പോയട്രിയെ സമീപിക്കുന്നതും. മറ്റൊന്ന് സ്ട്രിക്റ്റ് ഇന്റർപ്രിട്ടേഷൻ, ഒരു കുറ്റസമ്മതമൊക്കെ നടത്തിയെടുക്കുന്നത് പോലെ നമ്മൾ അതിന്റെ അർത്ഥം മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു അപ്രോച്ച്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ഇതിൽ തീമായിട്ട് നമ്മൾ കാണുന്നത്. ദ സ്പീക്കർ വാണ്ട്സ് റീഡേഴ്സ് ടു എക്സ്പ്ലോർ എ പോയംസ് ബ്യൂട്ടി ബട്ട് ഹി ഓഫ്റ്റൻ ഫോക്കസ് ഓൺ എക്സ്ട്രാക്ടിങ് എ ഫിക്സ്ഡ് മീനിങ്. അപ്പോൾ നമ്മുടെ സ്പീക്കർ ഇവിടെ പറയുന്നത് ആ പോയത്തിന്റെ ബ്യൂട്ടി നമ്മൾ കാണണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. പക്ഷെ ആളുകൾ അതിന്റെ മീനിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും നമ്മളെ പോലെ ഈ സ്റ്റുഡൻസ് ഒക്കെ ആയിട്ടുള്ള ആളുകൾ അക്കാഡമിക് ആയിട്ട് ഈ പോയംസ് കിട്ടുന്ന സമയത്ത് അത് എൻജോയ് ചെയ്യുന്നതിന് പകരം ആ മീനിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആ ഒരു അപ്രോച്ചിനെയാണ് അദ്ദേഹം ഇവിടെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. വൈ ഡസ് ദ സ്പീക്കർ ആസ്ക് ദ റീഡേഴ്സ് ടു ഹോൾഡ് ദ പോയം ടു ദ ലൈറ്റ് ലൈക്ക് എ കളർ സ്ലൈഡ്? ഇനി ഒരു കളർ സ്ലൈഡ് പോലെ അല്ലെങ്കിൽ ഒരു ഫിലിം പോലെ വെളിച്ചത്തിന് നേർക്ക് ഈ പോയം പിടിക്കാൻ വേണ്ടി അദ്ദേഹം എന്തുകൊണ്ടാണ് പറയുന്നത്? The speaker suggests this to encourage readers to closely examine the poem's details. ആ പോയത്തിനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക എന്നാണ് ആ വെളിച്ചത്തിന് നേർക്ക് പിടിക്കുക എന്നുള്ള ആ ഒരു മെറ്റഫോർ കൊണ്ട് അർത്ഥമാക്കുന്നത്. Just like a color slide reveals its beauty when illuminated, a poem reveals layers of meaning when carefully observed. ഒരു കളർ സ്ലൈഡ് അല്ലെങ്കിൽ ഒരു ഫിലിം വെളിച്ചത്തിന് നേർക്ക് പിടിക്കുന്ന സമയത്ത് അതിലെ ചിത്രവും അതിന്റെ ഭംഗിയും നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ നമ്മൾ സൂക്ഷ്മമായിട്ട് ഒരു പോയത്തെ നിരീക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ സൗന്ദര്യം കാണാൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. എക്സ്പ്ലെയിൻ ദ മെറ്റഫോർ ഓഫ് ദ ഹൈവ്. ഇനി ഒരു ഹൈവിന് നേർക്ക് കാതോർക്കുന്നത് പോലെ പോയട്രിക്ക് കാതോർക്കാൻ അദ്ദേഹം പറഞ്ഞിരുന്നു. ആ ഒരു മെറ്റഫോർ ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നത്. The metaphor of the hive implies that a poem contains rich, complex layers similar to the buzzing activity inside a hive. ഒരു ഹൈവിന്റെ അല്ലെങ്കിൽ തേനീച്ചക്കൂടിന്റെ സ്ട്രക്ചർ നമുക്കറിയാം, പല ലെയറുകളാണ് അതിനകത്ത് ഉണ്ടാവുന്നത്. അതുപോലെ ഒരു പോയത്തിനകത്തും പല ലെയേഴ്സ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നത്. ഇറ്റ് സജസ്റ്റ് ദാറ്റ് റീഡേഴ്സ് ഷുഡ് ലിസൺ ടു ആൻഡ് എക്സ്പ്ലോർ ദ സൗണ്ട്സ് ആൻഡ് മീനിങ്സ് വിത്തിൻ ദ പോയം. അപ്പോൾ ആ തേനീച്ചക്കൂടിനകത്ത് നമുക്ക് കേൾക്കാൻ കഴിയുന്ന ആ തേനീച്ചകളുടെ മൂളൽ പോലെ, ആ ശബ്ദം പോലെ ഒരു പോയത്തിനും ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ പോയത്തിനകത്തുള്ള ഒരു മ്യൂസിക്കൽ ക്വാളിറ്റി, അതിന്റെ റൈം, റിതം തുടങ്ങിയിട്ടുള്ള അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ കാതോർക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. വാട്ട് ഡസ് ദ മെറ്റഫോർ ഓഫ് ദ മൗസ് കൺവേ? അതുപോലെ ആ മൗസിനെ പോയട്രിക്കകത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരുന്നത് കാണാം എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു മെറ്റഫോറിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ദ മെറ്റഫോർ ഓഫ് ദ ഹൗസ് കൺവേസ് ദി ഐഡിയ ഓഫ് എക്സ്പ്ലോറിംഗ് എ പോയം വിത്ത് ക്യൂരിയോസിറ്റി. നമ്മൾ ഒരു കൗതുകത്തോടെ, ആകാംക്ഷയോട് കൂടിയിട്ട് പോയത്തിനെ എക്സ്പ്ലോർ ചെയ്യാനാണ് അദ്ദേഹം പറയുന്നത്.
അതായത് അതിനകത്ത് എന്താണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് അറിയില്ല, അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് അത് എക്സ്പ്ലോർ ചെയ്യാനാണ് അദ്ദേഹം അവിടെ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ആസ് എ മൗസ് നാവിഗേറ്റ്സ് ഇറ്റ്സ് വേ ത്രൂ അൺനോൺ പാത്സ്, റീഡേഴ്സ് ആർ എൻകറേജ് ടു എക്സ്പ്ലോർ ദ പോയം വിത്തൗട്ട് എക്സ്പെക്ടിങ് ഇമ്മീഡിയറ്റ് ആൻസേഴ്സ്. ആ ഒരു എലി അതിന് വഴി അറിയാത്ത ഒരിടത്തിൽ അതിങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് വഴി കണ്ടെത്തുന്നത് പോലെ നമ്മൾ പോയം വായിക്കാൻ തുടങ്ങുന്ന സമയത്തും നമുക്ക് എന്തില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ആൻസർ ഇല്ല. അപ്പൊ നമ്മളും ആ ഒരു വഴി കണ്ടെത്തിക്കൊണ്ട് അത് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഈ മൗസിന്റെ മെറ്റഫർ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. വൈ ഷുഡ് ദ റീഡേഴ്സ് വാക്ക് ഇൻസൈഡ് എ പോയം ത്രൂ? ഇനി എന്തുകൊണ്ടാണ് റീഡേഴ്സ് ഒരു പോയത്തിന്റെ മുറിക്കകത്തൂടെ നടക്കണം എന്ന് അദ്ദേഹം പറയുന്നത്? The readers should walk inside the poem's room to experience and explore its atmosphere. ഒരു പോയത്തിന്റെ അറ്റ്മോസ്ഫിയർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പോയത്തിന്റെ മുറിക്കകത്ത് നടക്കുക എന്നുള്ള മെറ്റഫർ അദ്ദേഹം ഉപയോഗിക്കുന്നത്. This metaphor encourages them to feel their way through the poem, searching for meaning like finding a light switch. അപ്പോൾ ഒരു ഇരുട്ട് നിറഞ്ഞിട്ടുള്ള മുറിക്കകത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ചുമരിൽ നമ്മൾ ആ സ്വിച്ചിന് വേണ്ടി തിരയുന്നത് പോലെ പോയം നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നുണ്ടായിരിക്കില്ല. പക്ഷെ നമ്മൾ ആ മുറിക്കകത്ത് കടന്നു ചെന്നുകൊണ്ട് ആ ലൈറ്റ് സ്വിച്ച് ഓൺ ആക്കുമ്പോഴാണ് നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുക എന്ന് അദ്ദേഹം പറയുന്നു. വിച്ച് ആക്ഷൻ ഈസ് റെഫേർഡ് ടു ബൈ ദ ലൈൻ ബീറ്റിംഗ് ഇറ്റ് വിത്ത് എ ഹോസ്? ഇനി ഒരു പൈപ്പ് കൊണ്ട് പോയത്തിനെ അടിക്കുക എന്നുള്ള ഒരു മെറ്റഫർ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? Beating it with a hose refers to the forceful way readers attempt to extract a specific meaning from a poem. മീനിങ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് പോയം വായിക്കുക എന്നുള്ള ആക്ഷനാണ് അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മളിപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ ആയിട്ടുള്ള ആളുകൾ അത് എൻജോയ് ചെയ്യുന്നതിനോ എക്സ്പ്ലോർ ചെയ്യുന്നതിനോ പകരം അതിന്റെ മീനിങ് കണ്ടെത്തുക എന്നുള്ള ഫോക്കസിൽ ആ പോയം അനലൈസ് ചെയ്യുന്നതിനെയാണ് ഈ ഒരു മെറ്റഫർ കൊണ്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. It symbolizes aggressive literal interpretation instead of a gentle exploration of the poem's depth. ഒരു പോയത്തിനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് അത് മനസ്സിലാക്കുന്നതിന് പകരം അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ വാക്കുകളിൽ ഫോക്കസ് ചെയ്തിട്ട് അർത്ഥം മനസ്സിലാക്കുന്നതിൽ അങ്ങനെ ഫോഴ്സ്ഫുൾ ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനെയാണ് ഈ പോയത്തിനെ ഇങ്ങനെ ഒരു പൈപ്പ് കൊണ്ട് അടിച്ചതിന് കുറ്റസമ്മതം നടത്തിക്കുക എന്നുള്ള ഒരു മെറ്റഫർ കൊണ്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യൻസ് അതിലെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആയിട്ടാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോയിന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഈ പോയിന്റ്സ് എലാബറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇത് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, എക്സാമിൻ ദ ഡിഫറെന്റ് മെറ്റഫേഴ്സ് യൂസ്ഡ് ഇൻ ദ പോയം ഇൻട്രൊഡക്ഷൻ ടു പോയട്രി ആൻഡ് ദർ സിഗ്നിഫിക്കൻസ്. ഈ പോയത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റഫേഴ്സും അതിന്റെ സിഗ്നിഫിക്കൻസുമാണ് ചോദിക്കുന്നത്. ബില്ലി കോളിൻസ് യൂസസ് വേരിയസ് മെറ്റഫേഴ്സ് ടു ഇല്ലുസ്ട്രേറ്റ് ഡിഫറെന്റ് വേസ് ഓഫ് എൻഗേജിങ് വിത്ത് പോയട്രി. നമ്മൾ പോയട്രിയെ അനലൈസ് ചെയ്യുന്നതിലുള്ള പല അപ്രോച്ചുകളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം വിവിധങ്ങളായിട്ടുള്ള മെറ്റഫേഴ്സ് ഉപയോഗിക്കുന്നു. ഹോൾഡിംഗ് എ പോയം ടു ദ ലൈറ്റ് ലൈക്ക് എ കളർ സ്ലൈഡ്, അതിലൊരു മെറ്റഫറാണ്. ഒരു കളർ സ്ലൈഡ് പോലെ, ഫിലിം പോലെ ഈ പോയത്തിനെ വെളിച്ചത്തിന് നേർക്ക് പിടിക്കുക എന്ന് പറയുന്നത്. സജസ്റ്റ് ദാറ്റ് പോയട്രി റിവീൽസ് ഇറ്റ്സ് ബ്യൂട്ടി ആൻഡ് കോംപ്ലക്സിറ്റി വെൻ ക്ലോസ്ലി എക്സാമിൻഡ്. നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുമ്പോഴാണ് അതിന്റെ സൗന്ദര്യവും അർത്ഥവും എല്ലാം നമുക്ക് മനസ്സിലാവുക എന്നുള്ളതാണ് ആ ഒരു മെറ്റഫർ കൊണ്ട് അർത്ഥമാക്കുന്നത്. എംഫസൈസിങ് ഒബ്സർവേഷൻ ആൻഡ് അപ്രിസിയേഷൻ ഓവർ സ്ട്രിക്റ്റ് അനാലിസിസ്. നമ്മൾ അത് അനലൈസ് ചെയ്തിട്ട് അർത്ഥം കണ്ടെത്തുക എന്നതിന്റെ അപ്പുറത്തേക്ക് അത് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള ഒരു പ്രാധാന്യമാണ് ഈ മെറ്റഫർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. പ്രസ്സിംഗ് ആൻഡ് ഇയർ എഗെയിൻസ്റ്റ് എ ഹൈവ്. അടുത്തതായിട്ട് ഈ ഹൈവിനോട് അല്ലെങ്കിൽ തേനീച്ച കൂടിനോട് ഈ പോയട്രിയെ അദ്ദേഹം കമ്പയർ ചെയ്യുന്നുണ്ട്. implies that poetry is alive with the sound and meaning, inviting readers to listen for its nuances. ഒരു ഹൈവ് പോലെ പല ലെയറുകളായിട്ട് അതിനകത്ത് ഈ തേനീച്ചകളുടെ ഹമ്മിങ് ഉണ്ടായിരിക്കും, സൗണ്ട് ഉണ്ടായിരിക്കും. അതുപോലെയാണ് പോയട്രി. നമുക്കറിയാം അതിൽ റൈമും റിതമും ഒക്കെ ആയിട്ട് പോയത്തിനും ഈ ഒരു സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ലിസൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഡ്രോപ്പിംഗ് എ മൗസ് ഇൻ ടു എ പോയം. അടുത്ത മെറ്റഫറിൽ പറയുന്നത് ഒരു എലിയെ എടുത്ത് പോയത്തിനകത്ത് ഇടുക എന്നുള്ളതാണ്. റെപ്രസെന്റ്സ് എക്സ്പ്ലോറേഷൻ ആൻഡ് ഡിസ്കവറി. ആ പോയം നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ഡിസ്കവർ ചെയ്യുക എന്നുള്ള കാര്യമാണ് ഈ ഒരു മെറ്റഫർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. കമ്പയറിംഗ് അണ്ടർസ്റ്റാൻഡിംഗ് പോയട്രി ടു നാവിഗേറ്റിംഗ് ആൻ അൺഫെമിലിയർ സ്പേസ്. ഒരു അൺഫെമിലിയർ സ്പേസ്, പരിചിതമല്ലാത്ത ഒരു സ്ഥലത്ത് വഴി കണ്ടെത്തുന്നത് പോലെയാണ് പോയട്രി നമ്മൾ മനസ്സിലാക്കുക എന്നാണ് ഈ ഒരു മെറ്റഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എലി അതിനെ പരിചിതമല്ലാത്ത സ്ഥലത്ത് അത് അതിന്റെ വഴി കണ്ടെത്തുന്നത് പോലെയാണ് ഈ പോയം വായിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് അവിടെ വഴി ഉണ്ടായിരിക്കില്ല, നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല. പക്ഷെ നമ്മൾ അത് എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് സ്വയം വഴി കണ്ടെത്തുക എന്നാണ് ആ മെറ്റഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
These playful, curious metaphors contrast with the more aggressive metaphors. ഇനി പോയതിന് തുടക്കത്തിൽ നമുക്ക് ഇങ്ങനെ ഈ ക്യൂരിയസ് ആയിട്ടുള്ള കൗതുകം ഉണർത്തുന്ന മെറ്റഫേഴ്സ് ആണെങ്കിൽ പിന്നീട് പോയതിന്റെ അവസാനം നമ്മൾ അഗ്രസീവ് ആയിട്ടുള്ള മെറ്റഫേഴ്സ് ആണ് കാണുന്നത്. സച്ച് ആസ് ടൈയിങ് ദ പോയം ടു എ ചെയർ ആൻഡ് ബീറ്റിംഗ് ഇറ്റ് വിത്ത് എ ഹോസ്. പോയത്തിനെ ഒരു ചെയറിൽ കെട്ടിയിടുക, അതുപോലെ പൈപ്പ് കൊണ്ട് അതിനെ അടിക്കുക തുടങ്ങിയിട്ടുള്ള മെറ്റഫേഴ്സ് ആണ് പോയത്തിന്റെ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ കാണുന്നത്. വിച്ച് കൺവേ റിജിഡ് ആൻഡ് വയലന്റ് അപ്രോച്ച് ടു ഇന്റർപ്രിറ്റേഷൻ. ഈ പോയത്തിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ പോയത്തിനെ അനലൈസ് ചെയ്ത് മീനിങ് കണ്ടെത്തുന്നതിൽ ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു കർക്കശമായിട്ടുള്ള ഒരു അപ്രോച്ചിനെയാണ് അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നത്. ഒരു കുറ്റസമ്മതം നടത്തിയെടുക്കുന്നത് പോലെയാണ് അത് എക്സ്പ്ലോർ ചെയ്യാതെ ആസ്വദിക്കാതെ അതിന്റെ അർത്ഥം മാത്രം ഫോക്കസ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നത്. The significance of these metaphors lies in encouraging readers to appreciate poetry's richness rather than dissecting it for a singular meaning. അതിന്റെ അർത്ഥം കാണുക എന്നുള്ള ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാതെ അത് എൻജോയ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് പോയട്രിയെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെറ്റഫേഴ്സ് കൊണ്ടെല്ലാം അദ്ദേഹം നമ്മളോട് പറയുന്നത്. അടുത്ത ചോദ്യം, അനലൈസ് ദ ചേഞ്ച് ഓഫ് ടോൺ വിത്തിൻ ദ പോയം, ഇൻട്രൊഡക്ഷൻ ടു പോയട്രി. ഇനി പോയത്തിനകത്തുള്ള ടോണിന് വരുന്ന ചേഞ്ചിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ദ പോയം ബിഗിൻസ് വിത്ത് എൻ ഇൻവൈറ്റിംഗ് ആൻഡ് പ്ലേഫുൾ ടോൺ where the speaker encourages readers to engage with the poetry imaginatively. പോയതിന് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒരു ഇൻവൈറ്റിംഗ് ആയിട്ടുള്ള പ്ലേഫുൾ ആയിട്ടുള്ള ഒരു കൗതുകം നിറഞ്ഞിട്ടുള്ള ഒരു ടോൺ ആണ് നമ്മൾ തുടക്കത്തിൽ കാണുന്നത്. അവിടെ റീഡേഴ്സിനെ ഈ പോയട്രിയെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. പ്ലേഫുൾ ആക്ടിവിറ്റീസ്, phrases like holding the poem to the light or walking inside its room suggest that poetry is a space for exploration and enjoyment. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ ആൻസറിൽ പറഞ്ഞതുപോലെ ഒരുപാട് മെറ്റഫേഴ്സ് അദ്ദേഹം പറയുന്നുണ്ട്. അതിലെല്ലാം ഈ പോയട്രി എന്ന് പറയുന്നത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും എൻജോയ് ചെയ്യാനും വേണ്ടിയിട്ടൊരു കാര്യം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ആസ് ദ പോയം പ്രോഗ്രസസ്, ഇനി പോയം മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ദ ടോൺ ഷിഫ്റ്റ് ഫ്രം വിംസിക്കൽ ടു ക്രിട്ടിക്കൽ ആൻഡ് ഫ്രസ്ട്രേറ്റഡ്. തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആ വിംസിക്കൽ ആയിട്ടുള്ള കൗതുകം നിറഞ്ഞിട്ടുള്ള ടോൺ മാറിക്കൊണ്ട് അത് ക്രിട്ടിക്കൽ ആൻഡ് ഫ്രസ്ട്രേറ്റഡ് ആവുകയാണ്. അദ്ദേഹത്തിന്റെ വിമർശനവും അതുപോലെ ഫ്രസ്ട്രേഷനുമാണ് പിന്നീട് വരുന്ന ടോണിൽ നമ്മൾ കാണുന്നത്. ദ സ്പീക്കർ ബിക്കംസ് ഫ്രസ്ട്രേറ്റഡ് വിത്ത് റീഡേഴ്സ് അഗ്രസീവ് അപ്രോച്ച് ഇല്ലുസ്ട്രേറ്റഡ് ബൈ വയലന്റ് ഇമേജറി ലൈക്ക് ടൈയിങ് ദ പോയം ടു എ ചെയർ ആൻഡ് ബീറ്റിംഗ് ഇറ്റ് വിത്ത് എ ഹോസ്. അപ്പോൾ പോയട്രിയോടുള്ള റീഡേഴ്സിന്റെ അഗ്രസീവ് അപ്രോച്ചിലാണ് അദ്ദേഹത്തിന് ഈ ഫ്രസ്ട്രേഷൻ അനുഭവപ്പെടുന്നത്. അതിന് അദ്ദേഹം ഈ പോയട്രിയെ ഒരു കസേരയിൽ കെട്ടിയിടുക, അതുപോലെ പൈപ്പ് കൊണ്ട് അടിച്ചുകൊണ്ട് കുറ്റസമ്മതം നടത്തി അതിന്റെ അർത്ഥം കണ്ടെത്തുക തുടങ്ങിയിട്ടുള്ള മെറ്റഫേഴ്സ് ആണ് അതിനുവേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്നത്. ദിസ് ഷിഫ്റ്റ് ഹൈലൈറ്റ്സ് ദ സ്പീക്കേഴ്സ് ഡിസപ്പോയിന്റ്മെന്റ്, കോൺട്രാസ്റ്റിംഗ് ദ ഇന്റൻഡഡ് റെസ്പെക്ട്ഫുൾ എൻഗേജ്മെന്റ് വിത്ത് പോയട്രി ആൻഡ് ദ ഹാർഷ് റിയാലിറ്റി ഓഫ് ഇറ്റ്സ് ഫോഴ്സ്ഫുൾ ഇന്റർപ്രിറ്റേഷൻ. അപ്പോൾ ഈ പോയത്തിലെ ഈ ടോണിലെ ഷിഫ്റ്റിൽ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു എക്സ്പെക്ടേഷനും അതുപോലെ തന്നെ ആ റിയാലിറ്റിയിലുള്ള ഡിസപ്പോയിൻമെന്റുമാണ്. എക്സ്പെക്ടേഷൻ നമുക്കറിയാം, അദ്ദേഹം പോയത്തിനെ നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് അനലൈസ് ചെയ്യണം എന്നുള്ളതാണ്. എന്നാൽ ഈ റിയാലിറ്റി എന്ന് പറയുന്നതാണെങ്കിൽ ആളുകൾ അതിനെ ഒരു കൺഫഷൻ നേടിയെടുക്കുന്നത് പോലെ, കുറ്റസമ്മതം നടത്തിക്കുന്നത് പോലെയാണ്. അതിന്റെ മീനിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ആളുകൾ പോയത്തിനെ അപ്രോച്ച് ചെയ്യുന്നത്. ആ ഒരു കാര്യത്തിലുള്ള അദ്ദേഹത്തിന്റെ ഡിസപ്പോയിൻമെന്റ് ആണ് ഈ ഷിഫ്റ്റ് ഓഫ് ടോണിലൂടെ നമ്മൾ കാണുന്നത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. Introduction to Poetry criticizes the conventional methods of poetry analysis and offers alternative creative methods of exploration to approach poetry. Substantiating. ഈ പോയത്തിനകത്ത് ഈ പോയത്തിനെ അപ്രോച്ച് ചെയ്യുന്ന കൺവെൻഷണൽ മെത്തേഡ്, അതിന്റെ മീനിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെ ക്രിട്ടിസൈസ് ചെയ്യുകയും അതുപോലെ ക്രിയേറ്റീവ് ആയിട്ട് പോയം എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് അനലൈസ് ചെയ്യുന്ന ഒരു അപ്രോച്ചിന് വേണ്ടി വാദിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ചോദ്യം. Collins criticizes traditional methods of poetry analysis that prioritize rigid interpretations. ഇന്റർപ്രിറ്റേഷൻസിൽ ഫോക്കസ് ചെയ്യുന്ന, അതിന്റെ മീനിങ് കണ്ടെത്തുന്നതിൽ ഫോക്കസ് ചെയ്യുന്ന അപ്രോച്ചിനെ അദ്ദേഹം ഇവിടെ എതിർക്കുകയാണ് ചെയ്യുന്നത്. He emphasizes the contrast between mechanical analysis and imaginative exploration. അപ്പോൾ ഈ മെക്കാനിക്കൽ അനാലിസിസ് അതിന്റെ ഇന്റർപ്രിറ്റേഷനിൽ അല്ലെങ്കിൽ അതിന്റെ മീനിങ് കണ്ടെത്തുന്നതിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു അനാലിസിസും അതുപോലെ ഇമാജിനേറ്റീവ് ആയിട്ട് അത് എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് നമ്മൾ നടത്തുന്ന അനാലിസിസും, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹം ഈ പോയത്തിനകത്ത് അവതരിപ്പിക്കുന്നു. മെറ്റഫേഴ്സ് ഫോർ എക്സ്പ്ലോറേഷൻ, ഈ കാര്യങ്ങളെല്ലാം മെറ്റഫേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ദ മെറ്റഫർ ഹോൾഡ് എ പോയം അപ് ടു ദ ലൈറ്റ് ലൈക്ക് എ കളർ സ്ലൈഡ് suggests that need to observe and appreciate poetry's intricate layers.
അപ്പോൾ പോയട്രിയെ ഒരു ഫിലിം പോലെ വെളിച്ചത്തിന് നേർക്ക് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കറിയാം, സൂക്ഷ്മമായിട്ട് ഈ പോയട്രി നിരീക്ഷിച്ചു കഴിഞ്ഞാലാണ് നമുക്കതിന്റെ സൗന്ദര്യവും അർത്ഥങ്ങളും എല്ലാം വെളിപ്പെടുക എന്നുള്ളൊരു കാര്യമാണ് ആ മെറ്റഫറിലൂടെ പറയുന്നത്. Press an ear against its hive encourages readers to listen for subtle rhythms and tones, showing poetry as a living entity. ഇനി ഒരു ഹൈവുമായിട്ട് അദ്ദേഹം പോയട്രിയെ കമ്പയർ ചെയ്യുന്ന മെറ്റഫർ ഉണ്ടായിരുന്നു. ആ ഹൈവിന് നമ്മൾ കാതോർക്കുക എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഈ തേനീച്ചകളുടെ ഹമ്മിങ് പോലെ പോയട്രിക്ക് ഒരു സൗണ്ട് ഉണ്ട്, അതിന്റെ റിതം, ടോണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അതിന് കാതോർക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ഒരു മെറ്റഫറിലൂടെ പറയുന്നത്. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ കാണുന്നത് പോയട്രി നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട്, എൻജോയ് ചെയ്തുകൊണ്ട് അനലൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇമാജിനേറ്റീവ് ആൻഡ് പ്ലേഫുൾ എൻഗേജ്മെന്റ്. അപ്പോൾ ഈ മെറ്റഫേഴ്സിലൂടെ എല്ലാം അദ്ദേഹം പറയുന്നത് നമ്മൾ ഇമാജിനേറ്റീവ് ആയിട്ട് പോയതിനെ അപ്രോച്ച് ചെയ്യണം എന്നാണ്. കോളിൻസ് അഡ്വക്കേറ്റ്സ് ഫോർ ക്യൂരിയോസിറ്റി ആൻഡ് പ്ലേഫുൾനെസ് ഇൻ പോയട്രി എക്സ്പ്ലോറേഷൻ. നമ്മൾ പോയട്രി എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് പ്ലേഫുൾ, നമുക്കത് എൻജോയ് ചെയ്യാൻ കഴിയുന്നതും അതുപോലെ തന്നെ ക്യൂരിയസ്, നമുക്കൊരു കൗതുകം ഉണ്ടാക്കുന്ന ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. He suggests that readers engage with the poem creatively, focusing on the experience rather than definitive meaning. അപ്പോൾ അദ്ദേഹത്തിന്റെ പോയിന്റ് എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ എക്സ്പീരിയൻസ്. നമ്മൾ ആ വിഷ്വൽസ്, നമ്മൾ അതിലുള്ള കാര്യങ്ങൾ കാണുന്നു, അതുപോലെ തന്നെ നമ്മൾ അത് കേൾക്കുന്നു. അത്തരത്തിൽ നമ്മൾ അത് എൻജോയ് ചെയ്തുകൊണ്ട് ആ എക്സ്പീരിയൻസിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, മറിച്ച് അതിന്റെ മീനിങ്ങിൽ ഫോക്കസ് ചെയ്തുകൊണ്ടല്ല നമ്മൾ പോയട്രി അപ്രോച്ച് ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. ജക്സ്റ്റാപൊസിഷൻ വിത്ത് അഗ്രസീവ് മെത്തേഡ്സ്. ഇനി ഇദ്ദേഹം പറയുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ജക്സ്റ്റാപൊസിഷൻ ആണ് ഇവിടെ റിയാലിറ്റി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ നടക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. The metaphor of tying a poem to a chair criticizes the forceful mechanical approach to poetry analysis. അപ്പോൾ പോയട്രിയെ ഒരു കസേരയിൽ കെട്ടിയിട്ടുകൊണ്ട് ടോർച്ചർ ചെയ്തുകൊണ്ട് കുറ്റസമ്മതം നടത്തിയെടുക്കുന്നത് പോലെയാണ് അതിന്റെ മീനിങ്ങിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള അപ്രോച്ച് എന്നാണ് അദ്ദേഹം പറയുന്നത്. The imagery of torture and beating with a hose illustrates the frustration of treating poetry as a puzzle, reducing it to something less beautiful. അപ്പോൾ ഇതിലെല്ലാം പോയട്രി ഒരു പസിലായിട്ടാണ് കാണുന്നത്. അതായത് ഒരു ഉത്തരം തേടുന്ന, അർത്ഥം അന്വേഷിക്കുന്ന ഒരു പസിലായിട്ടാണ് പോയട്രിയെ ഈ അപ്രോച്ചിൽ കാണുന്നത്. മറിച്ച് അത് നമുക്ക് എൻജോയ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനുമുള്ള ഒരു കാര്യമാണ് പോയട്രി എന്ന് അദ്ദേഹം പറയുന്നു. ഈ ഒരു അപ്രോച്ചിലുള്ള വ്യത്യാസത്തിലുള്ള ഫ്രസ്ട്രേഷൻ ആണ് ഈ ഒരു മെറ്റഫേഴ്സിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഇനി അതിന്റെ കൺക്ലൂഷൻ ആണ്. കോളിൻസ് പോയം ക്രിട്ടിക്സ് റിജിഡ് മെത്തേഡ്സ് വൈൽ പ്രൊമോട്ടിംഗ് ആൾട്ടർനേറ്റീവ് ക്രിയേറ്റീവ് അപ്രോച്ചസ് ടു റീഡിംഗ് പോയട്രി. അപ്പോൾ ഈ പോയത്തിനകത്ത് അദ്ദേഹം ഈ റിജിഡ് ആയിട്ടുള്ള, കർക്കശത്തോട് കൂടിയിട്ട് മീനിങ്ങിൽ ഫോക്കസ് ചെയ്യുന്ന അപ്രോച്ചുകളെ വിമർശിക്കുകയും അതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചിന് വേണ്ടി വാദിക്കുകയുമാണ് ഈ പോയത്തിൽ ചെയ്യുന്നത്. His use of vivid metaphors and contrasting tones emphasizes the difference between playful exploration and aggressive interpretation. അത് നമ്മൾ നേരത്തെ കണ്ട മെറ്റഫേഴ്സിലൂടെയും അതുപോലെ പോയത്തിന്റെ ടോൺ ഷിഫ്റ്റ് ചെയ്യുന്നതിലൂടെയാണ് ഈ ഒരു മെസ്സേജ് അദ്ദേഹം റീഡേഴ്സിനോട് കൺവേ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.